എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ ഇന്നിവിടെ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1/4 ഗ്ലാസ് പുട്ടുംപൊടി എടുത്തിട്ടുണ്ട്. തനിമയുടെ പുട്ടുംപൊടിയായിട്ടോ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ഇവിടെ പഴത്തിനൊക്കെ ഇതുമ്മേ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിത് പുട്ടുംപൊടിയിലിട്ട് ഇങ്ങനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പൂ പോലെ കിട്ടുമല്ലോ. അങ്ങനെ ഇവിടെ ആ പഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെ പൊടിയും വെള്ളമൊക്കെ പാകമായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പഴം ഇതിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ പഴവും പുട്ടുംപൊടിയും സമാസമത്തിൽ കിട്ടണം. വേറിട്ട് ഇങ്ങനെ കിടക്കരുത്. അപ്പോൾ പുട്ട് റെഡിയായി കിട്ടില്ല. ഒരു കല്ല് പോലെയൊക്കെ കിടക്കും കേട്ടോ. പിന്നെ നമ്മൾ കയ്യിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി നോക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോവരുത്. എന്നാലേ നമ്മുടെ പുട്ട് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഞാനിവിടെ പുട്ടും കുറ്റിയിൽ നാളികേരവും കുഴച്ച പുട്ടും പൊടിയും കൂടെ ഇട്ടിട്ട് ഞാൻ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നും പുട്ടും കടലയും പുട്ടും ചെറുപയറൊക്കെ ഉണ്ടാക്കിയും കഴിച്ചൊക്കെ മടുത്തവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല സ്വാദാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കാരണം അതിൽ ആ മധുരമൊക്കെ ഇങ്ങനെ വരുമ്പോഴേ. കാരണം പിന്നെ ഇതിൽ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ പുട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചൂടുള്ള ആവി പറക്കുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേറെ കറിയൊന്നും ഇതിക്ക് വേണ്ട. പപ്പടം ഉണ്ടായാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.